ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായ ഒരു സെലിബ്രിറ്റി ഡയഗ്നോസിസ് ആണ് ADHD. ഞാൻ ഡോക്ടർ നീരജ്, സൈക്യാട്രിസ്റ്റ് ഫ്രം അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, സംഗമാലി. ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ്, കുട്ടികൾ എപ്പോഴും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അമ്മമാർ വന്ന് പറയുക, ഒരിക്കലും 5 മിനിറ്റ് ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു മോളിലോ കടയിലോ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൈ തെറ്റിയാൽ കുട്ടി ഓട്ടവും ചാട്ടവുമാണ്. രണ്ടാമത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് ശ്രദ്ധക്കുറവ് അഥവാ ഇൻഅറ്റൻഷൻ. പഠനത്തിൽ ഏകാഗ്രതമായിട്ട് പഠിക്കാൻ പറ്റില്ല, അതിനാൽ പോകെ പഠനത്തിൽ പിന്നോട്ട് വരുന്നു. അടുത്തൊരു സിംറ്റമാണ് ഇമ്പൾസിവിറ്റി, എടുത്തുചാട്ടം. അപ്പോൾ എന്താണ് ഈ അഡൾട്ട് ADHD? ഈ പലപ്പോഴായിട്ട് അഡൾട്ട് ADHD ഏറ്റവും വലിയൊരു മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ഒരു അവസ്ഥ 30-40 വയസ്സിൽ പെട്ടെന്ന് വരില്ല. ഈ അഡൾട്ട് ADHD വരണമെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ തന്നെ 12 വയസ്സിന് താഴെ തന്നെ ഇതിൻ്റെ സിംറ്റംസ് കാണണം. അപ്പോൾ ഇതെങ്ങനെയാണ് അഡൾട്ട് ADHD അല്ലെങ്കിൽ ADHD ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുക? ഒരു മൈൽഡ് ടു മോഡറേറ്റ് ADHD ആണെങ്കിൽ നമുക്ക് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, അറ്റൻഷൻ എൻഹാൻസ്മെൻറ്റ് ടെക്നിക്സ് കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സിവിയർ ADHD ആണെങ്കിൽ പലപ്പോഴും മെഡിക്കേഷൻസിൻ്റെ റോൾ അനിവാര്യമാണ്. ADHD ക്യൂറബിൾ ആണോ? പലപ്പോഴും പേഷ്യൻസ് വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ADHD ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. ക്യൂറബിൾ എന്ന് പറയുന്നതിനേക്കാളും ഉപരി ADHD ഉള്ള ആൾക്കാരിൽ പ്രോപ്പർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു മറ്റുള്ള വ്യക്തിയെ പോലെയുള്ള നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ അവർക്ക് സാധിക്കും. കാരണം ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂത്ത് ജനറേഷൻ്റെ ഇടയിൽ ഏറ്റവും മിസ്ഡയഗ്നോസ്ഡും ഓവർ റേറ്റഡുമായിട്ടുള്ള ഒരു ഡയഗ്നോസാണ് അഡൾട്ട് ADHD. സോ ഇഫ് യു ഫീൽ ദാറ്റ് ഇഫ് യു ഹാവ് എനി സിംറ്റംസ് ഓഫ് അഡൾട്ട് ADHD, please do consult a professional and then correctly seek help.